നമസ്കാരം. ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അമൃതലക്ഷ്മി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫായ ഡോക്ടർ ശ്രീലക്ഷ്മി എസ് ആണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഫ്രോസൺ ഷോൾഡർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഡോക്ടർ, എന്താണ് ഫ്രോസൺ ഷോൾഡർ? അതുപോലെ ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന രോഗത്തിന് വരുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഷോൾഡറിൽ അതിപ്പോൾ റൈറ്റ് ആവാം ലെഫ്റ്റ് ആവാം, ഏത് ഷോൾഡറിനായിരുന്നാലും പെട്ടെന്ന് നമുക്കൊരു പെയിൻ ഉണ്ടാവും. പെട്ടെന്ന് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങി അല്ലെങ്കിൽ നാളെ തുടങ്ങുക അങ്ങനെയല്ല. ഗ്രാജുവലി ഒരു 2 വീക്സ് 4 വീക്സ് അങ്ങനെയായി ഒരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ നല്ല പെയിൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെയിനിന്റെ കൂടെ തന്നെ ഒരു സ്റ്റിഫ്നെസ് നമുക്കുണ്ടാവും. സ്റ്റിഫ്നെസ് ഉണ്ടാവുമ്പോൾ നമുക്ക് യൂഷ്വൽ മൂവ്മെന്റ്സ് ഒക്കെ ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നവർക്ക്, അത് ടു വീലർ ആയാലും ഫോർ വീലർ ആയിരുന്നാലും, ഡ്രൈവ് ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതിപ്പോൾ റൈറ്റിൽ വന്നാലും ലെഫ്റ്റിൽ വന്നാലും മോസ്റ്റ്ലി നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് റൈറ്റ് ഷോൾഡറിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റിഫ്നെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ടോട്ടലി എന്താണോ ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രോസൺ ഷോൾഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ സംഭവം ഫ്രീസ് ആയി പോവാ. മീൻസ് നമുക്ക് ടോട്ടലി നമ്മുടെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവും. റൊട്ടേഷൻ ഓഫ് മൂവ്മെന്റ്സ് ഒന്നും നടക്കില്ല. നമ്മുടെ ഷോൾഡർ ജോയിന്റിന് എന്തൊക്കെ മൂവ്മെന്റ്സ് ആണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അത് ഫ്ലെക്ഷൻ ആവട്ടെ എക്സ്റ്റൻഷൻ ആവട്ടെ, ഇനി മുന്നിലേക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരുന്ന റൊട്ടേഷൻസ് ആയിരുന്നാലും ടോട്ടലി ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ആവും. അത് പയ്യെ ആയിരിക്കും. അത് കുറച്ചധികം സമയം എടുത്തായിരിക്കും അത്രയും ഒരു തീരെ സിവിയർ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. പക്ഷെ ആദ്യമൊക്കെ സാധാരണ പോലുള്ളൊരു ചെറിയ തോളുവേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു നമുക്ക് കൈവേദന പോലെയോ അങ്ങനെ തരിപ്പ് പോലെ, ചിലപ്പോൾ റേഡിയേറ്റിംഗ് ആവാം, ചിലപ്പോൾ ആ ഒരു പോയിന്റഡ് ആയിട്ട് ഷോൾഡറിൽ മാത്രമായിട്ടുള്ള പെയിൻ ആവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്കിങ്ങനെ ഇറുക്കി കെട്ടി വെച്ചിരിക്കുന്ന പോലൊരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് നമുക്ക് പൊതുവെ കണ്ടുവരുന്ന സിംറ്റംസ്. അങ്ങനെയൊക്കെയാണ് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ്. ഇത് രണ്ടാണ് മെയിൻ സിംറ്റംസ് ആയിട്ട് ഇതിൽ വരുന്നത്. ഇനി ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ജോയിന്റ് ഒരു ക്യാപ്സ്യൂളിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ക്യാപ്സ്യൂളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക മീൻസ് അതിനുള്ളിലുള്ള സ്ട്രക്ചേഴ്സിലും പുറമെ വരുന്ന ഈ ക്യാപ്സ്യൂളിലും പെട്ടെന്ന് അതിൻ്റെ ലേയേഴ്സ് ഒക്കെ തിക്കൻഡാവുക, മീൻസ് ടൈറ്റ് ആവും. ആദ്യം കട്ടിയാവും, അതിനുശേഷം നല്ല ടൈറ്റ് ആവും. ടൈറ്റ് ആയതിനു ശേഷമാണ് ഇത് സ്റ്റിഫ് ആവുക. അപ്പം അങ്ങനെ സ്റ്റിഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്രോസൺ ഷോൾഡറിലേക്ക് പോകും. അതാണ് ഫ്രോസൺ ഷോൾഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെയിനും സ്റ്റിഫ്നെസ്സും ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ മാം, ഈ ഒരു ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രോഗം വരാനായിട്ട് അതായത് സ്ത്രീകൾ, പുരുഷന്മാർ അങ്ങനെ അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് പറയാം. കാരണം സ്ത്രീകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ഏജ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ മുന്നേക്ക്, അതായത് കുറച്ചധികം കാലം മുന്നേ ഒരു 10 to 15 ഇയേഴ്സ് എഗോ നമുക്ക് ഒരു 40 to 60 ആ ഒരു റേഞ്ചിലാണ് മിക്കവാറും എല്ലാവർക്കും കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ നൗ എ ഡേയ്സ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എബോവ് 30 മിക്കവാറും കണ്ടുവരുന്നുണ്ട്. 30 to 50 റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. എബോവ് 50 പിന്നെയും കുറച്ച് സേഫ് സോണിലാണെന്ന് പറയാം. പക്ഷേ ഈ 30 to 50 റേഞ്ചിൽ ഒരുപാട് ആൾക്കാർക്ക് ഫ്രോസൺ ഷോൾഡർ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഫീമെയിൽസിലാണ് കൂടുതൽ വരുന്നത്. ബിക്കോസ് അവർക്ക് ഇപ്പോൾ മെയിൽസ് പറയുമ്പോൾ അവർ ജോലിക്ക് പോകുന്നു, ഇരുന്നുള്ള ജോലിയാണെങ്കിൽ ഓക്കെ, അല്ല ഇനി ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ സെയിം രീതിയിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഷോൾഡറിന് ഉണ്ടാവുന്നത്. പക്ഷേ ലേഡീസിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് എന്തെല്ലാം ഒരുപാട് വീട്ടിൽ വെളിയിലും അകത്തുമായിട്ടുള്ള കാര്യങ്ങളും അടുക്കളയിലുള്ള കാര്യം, പല കാര്യങ്ങൾക്കും കൈ പൊക്കി ഓരോന്ന് എടുക്കേണ്ടിയും ഒക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ തുണി വിരിക്കുന്ന കാര്യമാവട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷോൾഡറിന് ഇത് വരുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പോ ഞാൻ കണ്ടിടത്തോളം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇത് ഒരുപാട് വരുന്നുണ്ട്. അതായത് നമ്മൾ നിത്യം ചെയ്യുന്ന ജോലിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടിലാണ് ഈ ഒരു കാര്യങ്ങൾ വരാൻ ചാൻസസ് കൂടുതലുണ്ട്. അപ്പൊ മോസ്റ്റ്ലി വലത് കൈക്കാണോ കൂടുതലായിട്ട് വരാനായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെയുള്ള കേസസുകൾ? അത് ഇതിന്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിലേറ്റഡ് കാര്യങ്ങൾ വരാറുണ്ട്. അതിലും പ്രത്യേകിച്ച് വരുന്നത് എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു സർജറി ചെയ്യേണ്ടി വരിക, അതും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടാവുക, അങ്ങനെ റിലേറ്റഡ് ട്രോമാസ് വരുന്നത് മേ ബി ലെഫ്റ്റ് ആവാം റൈറ്റ് ആവാം, ഡിപ്പെൻസ്. ഇപ്പം നമ്മൾ ടു വീലറിൽ പോകുന്നു, വണ്ടിയിൽ നിന്ന് വീഴുന്നു, അത് ഏത് സൈഡിലേക്ക് വീഴുന്നു എന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ അത് കാരണം നമുക്ക് എന്തായാലും കുറച്ച് നാള് ഒരു റെസ്റ്റിലേക്ക് പോവേണ്ടി വരും. എന്നുവെച്ചാല് ഇമ്മൊബിലൈസേഷൻ ചെയ്യേണ്ടി വരും. ആ ടൈമില് ഇതൊരു ഫ്രോസൺ ഷോൾഡറിലേക്ക് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ആഫ്റ്റർ ആ ഇഞ്ചുറി ഹീലായാൽ ഉടനെ മൂവ്മെന്റ്സ് റീസെറ്റ് ചെയ്ത് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കത്തുള്ളൂ. പറ്റത്തുള്ളൂ. മാം, ഈ ഫ്രോസൺ ഷോൾഡറിന് അതായത് എത്ര ഘട്ടങ്ങളുണ്ടോ? എത്ര സ്റ്റേജസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഗ്രാജുവൽ അതായത് ഫ്രോസൺ ഷോൾഡറിന് മെയിൻലി 3 സ്റ്റേജസ് ആണ് പറയുന്നത്. 3 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണെങ്കിൽ വേണമെങ്കിൽ 4 സ്റ്റേജ് ആയിട്ട് തന്നെ കണക്കാക്കാം. മെയിൻ 3 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്രീസിങ് സ്റ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കും. രണ്ടാമത്തേത് ഫ്രോസൺ സ്റ്റേജ് ആയിട്ട് കണക്കാക്കും. മൂന്നാമത് തോയിങ് സ്റ്റേജ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ടെക്നിക്കൽ വേർഡ്സിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് ഓരോ ടൈം പീരീഡ് ഉണ്ട്. അത് കുറച്ചധികം ടൈം എടുത്ത് ക്രോണിക് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. സോ ഈ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെയിൻ അതാണ് മെയിൻ. പെയിൻ ഉണ്ടാവുന്ന സ്റ്റേജാണ് പെയിൻ സ്റ്റേജ് എന്ന് നമുക്ക് അതിനെ പറയും, ഫ്രീസിങ് സ്റ്റേജ് എന്നും പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും പറയാറുണ്ട്. അതായത് ഫ്രീസ് ആകുന്നതിന് അത്രയും പെയിനിലേക്ക് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. അപ്പൊ ചെറിയ പെയിനൊക്കെ കാണുള്ളൂ. ഇപ്പം നമ്മൾ ചുറ്റും കാണുന്നതിൽ 100-ൽ 99% ആൾക്കാരും ചെറിയ വേദനയ്ക്ക് വരുമ്പോൾ ഇത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും, അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും, മിനിമം ഒരു പാരസെറ്റമോളെങ്കിലും കഴിക്കും, ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യുക, തീർന്നു, വേദനയില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റും മിക്കവാറും നമ്മൾ കണ്ടുവരുന്നത്. ഈവൻ നമ്മളടക്കം മേ ബി അങ്ങനെ ആവാം. അങ്ങനെ തന്നെയാണ് കൂടുതലും കണ്ടുവരുന്നത്. അതുപോലെ ഈ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പെയിൻ ഇങ്ങനെ അഗ്രവേറ്റ് ചെയ്ത് വരുന്നൊരു ടൈമാണ്. അപ്പം നമ്മുടെ ഉള്ളില് ഈ സ്ട്രക്ചേഴ്സിലെല്ലാം തിക്നെസ് കൂടിക്കൊണ്ടേയിരിക്കും. തിക്നെസ് കൂടി വരുന്നതനുസരിച്ച് അത് കൂടുതൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകും. അതിനനുസരിച്ച് പുറമെ ഇൻഫ്ലമേഷൻസ് വല്ലാണ്ട് കൂടും. നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു റെഡ്നെസ്സും സ്വെല്ലിങ്ങും അറിയാൻ പറ്റണം എന്നില്ല. മേ ബി അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് അത് കാണുമ്പോൾ അല്ലെങ്കിൽ പാൽപേറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ട് നോക്കുമ്പോഴും മറ്റും അറിയാൻ പറ്റിയിരിക്കും. അതല്ലാതെ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ ആ വേദനയുണ്ട്, പക്ഷെ നോക്കുമ്പോൾ 2 സൈഡിലുള്ള തോളും ഒരുപോലെ ഇരിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ അവനവൻ തന്നെ അവനവന്റെ ശരീരം നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും തോന്നുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ആ പെയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ ഫ്രീസിങ് സ്റ്റേജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 2 ടു 4 മന്ത്സ് അല്ലെങ്കിൽ ഒരു 6 മന്ത്സ്, മാക്സിമം പോയാൽ ഒരു 8 മന്ത്സ് അതിനുള്ളിൽ ആ ഒരു ഫ്രീസിങ് സ്റ്റേജ് കംപ്ലീറ്റ് ആവും. എന്നുവെച്ചാൽ അത്രയും പെയിനിൽ നിന്ന് നെക്സ്റ്റ് അതിന്റെ ആ ഒരു സ്റ്റിഫ്നെസ് സ്റ്റേജിലേക്ക് അങ്ങ് പോകും. അതാണ് ഫ്രോസൺ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 വീക്സ് ടു ഒരു 12 മന്ത്സ്, അതായത് 1 ഇയറോളം എടുക്കും ആ ഒരു സെക്കൻഡ് സ്റ്റേജ്, ഫ്രോസൺ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ ഷോൾഡർ ഇങ്ങനെ തന്നെ ഇരിക്കും. അവിടെ നമുക്ക് ചെറിയ മൂവ്മെന്റ്സ് പോലും നമ്മുടെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പെയിൻ ആയിരിക്കും. സംടൈംസ് അത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നും, സംടൈംസ് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അതും ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ പെയിൻ വരുമ്പോൾ അയ്യോ ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതും ആണോ, അങ്ങനെ വരെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എത്രയോ പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ പെയിൻ ഇങ്ങനെ പോവാറുണ്ട്, തിരിച്ച് നമ്മുടെ ഹാർട്ടിന്റെ സൈഡിലേക്ക് അങ്ങനെയും വരാം, ഈ സൈഡിലും അതുപോലെ തന്നെയാണ്. ഏത് വശത്തേക്കൊക്കെ അതിന് പോകാൻ പറ്റുമോ അങ്ങനെയെല്ലാം പെയിൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഷോൾഡറിലായിരിക്കും ഉണ്ടാവുക. ബാക്കി മുകളിലേക്കും താഴേക്കുള്ള ഭാഗങ്ങളിലേക്ക് ഉണ്ടാവുന്ന വേദനകൾ എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് പെയിൻ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. പിന്നെ പറയുന്നത് തോയിങ് സ്റ്റേജ് ആണ്. അതെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 ടു 9 മന്ത്സ് തൊട്ട് ഏകദേശം ഒരു 2 വർഷം വരെ നീണ്ടുപോകുന്ന സംഭവമാണ്. അതെന്ന് പറയുമ്പോൾ സ്റ്റിൽ ആ ഫ്രോസൺ സ്റ്റേജ് അങ്ങനെ തന്നെ ഇരിക്കുകയും പയ്യെ അത് ലൂസ് ആവാൻ തുടങ്ങും. ആ ലൂസ് ആവുന്ന സമയത്ത് കുറച്ചായിട്ട് പെയിൻ ഇങ്ങനെ കുറഞ്ഞു വരും. ആ ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്ന തോയിങ് സ്റ്റേജ്. അപ്പൊ അതില് പെയിൻ ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ അതിന് എത്ര വർഷം വരെ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. മിനിമം ഒരു 2 ഇയേഴ്സ് എന്ന് പറയുന്നതാണ്. മേ ബി 5 പ്ലസ് പോവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അത് നമ്മുടെ ആക്ടിവിറ്റീസും ബാക്കിയുള്ള നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടിരിക്കും. നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത് പോലെയൊക്കെ ഉണ്ട്. ഡോക്ടർ, ഈ ഒരു അസുഖം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അസുഖത്തിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടോ? അങ്ങനെയല്ല, തിരിച്ച് നമുക്ക് ഒരു റിലേറ്റഡ് ഡിസീസസ് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ, അത് ഹൈപ്പോ ആവട്ടെ ഹൈപ്പോ തൈറോയ്ഡ് ആവട്ടെ വോട്ടെവർ, അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര കോമൺ ആണ്. അത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഭയങ്കര കോമൺ ആണ്. പിന്നെ ഹാർട്ട് ഡിസീസസ്, ഈ 3 മെയിൻ ആയിട്ട് പറയുന്ന സംഭവങ്ങൾ. ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഷോൾഡർ എന്നുള്ളതല്ല, ഓൾമോസ്റ്റ് എല്ലാ ജോയിൻസും അഫക്റ്റഡ് ആവും.
അത് ഉറപ്പാണ്. അതൊരു പെർട്ടിക്കുലർ ഏജും പെർട്ടിക്കുലർ ഇയേഴ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്നിട്ട് അത്രയും ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതാണ് മെയിൻ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രോമ. ഇപ്പോൾ വല്ല ആക്സിഡൻസോ അല്ലെങ്കിൽ വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചറി, എന്തെങ്കിലും ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ വീണ്ടും റെസ്റ്റിലേക്ക് പോണം. ഇപ്പോൾ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാലും ശരി, ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാലും റെസ്റ്റിലേക്ക് പോകും. അപ്പോൾ ആ ടൈമിൽ ഷോൾഡർ മറ്റ് മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് പയ്യെ 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 ഫ്രോസൺ ഷോൾഡറിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെയാണ് റിലേറ്റഡ് കേസസ് വരുന്നത്. ഡോക്ടർ ഈ ഫ്രോസൺ ഷോൾഡർ ഈ ഒരു രോഗം നമുക്ക് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും അതിനകത്തേക്ക് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? അതായത് ഫ്രോസൺ ഷോൾഡർ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഫ്രോസൺ ഷോൾഡർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നില്ല. സോ ഈ റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ആണ് അതിന് പറയുന്ന മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. സോ റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫുൾ ഫ്രീസായി ഇൻഫ്ലമേഷൻ ആയിട്ട് നീര് കയറിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവും. നമ്മൾ റെസ്റ്റ് കൊടുത്താൽ പയ്യെ പയ്യെ അത് കമ്മിയായി വരും എന്ന് കരുതി കാലാകാലം നമുക്ക് അങ്ങനെ റെസ്റ്റ് കൊടുത്തിരിക്കാനും പറ്റില്ല. പക്ഷേ നമ്മൾ ഈ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ ഷോൾഡർ റൊട്ടേഷൻ അതാണ് മെയിൻ. റൊട്ടേഷൻ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ റൊട്ടേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് എന്തിനെങ്കിലും കൈ ബാക്കിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടുവരണം. ഇതിനെല്ലാം ഈ റൊട്ടേഷൻ റിലേറ്റഡ് ആണ്. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമാണ് ചെയ്തേ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആരായാലും ചെയ്തു പോകും. അത് ഇതിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്ന ഒന്ന് കാര്യമാണ്. രണ്ടാമത് വെയിറ്റ് ലിഫ്റ്റിംഗ്. നമ്മളിപ്പോ ലൈക്ക് ഇപ്പം നല്ല വെയിറ്റുള്ള ഒരു 5 കെജിയോ അല്ലെങ്കിൽ 10 കെജിയോ ഒന്നും വേണ്ട. വീട്ടില് ഗ്യാസ് തീർന്നു. ഗ്യാസ് മാറ്റണമെങ്കിലും അത്യാവശ്യം നമ്മള് വെയിറ്റ് എടുക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്ത് തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പഴും ഇതെല്ലാം നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ആ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ഇഞ്ചുറി പറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ പിന്നെ ഈ ഫ്രോസൺ ഷോൾഡർ കുറച്ച് കൊണ്ടുവരാൻ എത്രത്തോളം അത് അഫക്റ്റഡ് ആവുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ട്രോമ അതിനുള്ളിൽ ഉണ്ടാവുന്നോ അതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരാൻ അത്രയും ടൈം എടുക്കും. ഇപ്പൊ ഇത് ഉണ്ടായി വരാൻ 1 വർഷമോ 2 വർഷമോ 4 വർഷമോ എടുക്കുന്നുന്നിരിക്കട്ടെ. അത് കുറയ്ക്കാൻ എല്ലാവരും ഇപ്പം പലരും എൻ്റെ അടുത്ത് വന്നിട്ട് 3 ദിവസം കൊണ്ട് കുറച്ച് തരുമോ? 5 ദിവസം കൊണ്ട് കുറച്ച് തരുമോ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ആർക്കും സമയമില്ല. അതുപോലെ തന്നെ അതിനുവേണ്ടി ബുദ്ധിമുട്ട് ആർക്കും വയ്യ. പക്ഷെ ആ ലിമിറ്റഡ് ടൈം കൊണ്ട് ശരിയാക്കി തരുന്ന ആൾക്കാർ തിരിച്ച് തിരിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണിത് എന്ന് ചിന്തിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്തൂടോ അത് ചെയ്യും. അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റൂ. വീട്ടിലെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. സ്വാഭാവികമായിട്ടും ചെയ്തു പോവും. പക്ഷെ അതിന് ചെയ്യേണ്ടിയിരുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പഴേ അതിന് വേണ്ടിയ ട്രീറ്റ്മെന്റ് എന്താണോ അത് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് വെയിറ്റ് എടുക്കാം. അല്ലെങ്കില് എന്ത് മൂവ്മെന്റ്സ് ആണെങ്കിലും കൊടുക്കാം. പക്ഷെ ഇത് ഇരുന്നിരുന്ന് അഗ്രവേറ്റ് ചെയ്ത് അത് അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തുക അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാല് പിന്നെ ഇത് തിരിച്ച് റിവേഴ്സ് ചെയ്തെടുക്കാൻ കുറച്ചധികം ടൈം എടുക്കും. അപ്പൊ അത് നമ്മള് കെയർ ചെയ്ത് വേണം ഈ റിസ്ക്കുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ അത് ചെയ്യാതിരുന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർ ഈ ഒരു അവസ്ഥയുടെ ഡയഗ്നോസിസ് എന്തൊക്കെയായിരിക്കാം? ഡയഗ്നോസിസ് മീൻ നമുക്ക് എക്സാമിൻ ചെയ്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ചില പേഷ്യൻസിന് ഇപ്പൊ എല്ലാവരും ഗൂഗിൾ പേഷ്യൻസ് ആണല്ലോ. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ എംആർഐയോ മറ്റോ എടുത്തിട്ട് അത് ഇന്ന പോലെയാണ് ഇങ്ങനെ ഇന്ന ഭാഗത്ത് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കാണിച്ചു പറഞ്ഞു കൊടുക്കാം. കാര്യം നമ്മളെക്കാളും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് മിക്കവാറും എല്ലാവരും വരുന്നത്. അപ്പൊ നമുക്ക് അത്രയും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നതാണ് കണ്ടീഷൻ. ഇപ്പൊ ടെന്നീസ് എൽബോ ആണ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ ആണ്. അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് ലൈക്ക് ഒരു സ്കാനിങ് ഇമാജിൻ കാണിച്ച് മാത്രമേ നമുക്ക് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഉള്ളവർക്ക് നോർമൽ ആൾക്കാർക്കെല്ലാം ഇങ്ങനെയാണ് നമുക്ക് ഇന്ന പോലെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മെയിൻ എക്സാമിനേഷനിൽ തന്നെയാണ്. എക്സാമിനേഷനിലും കൂടുതലൊന്നുമില്ല. ലിമിറ്റഡ് മൂവ്മെന്റ്സ് ആണോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് റൊട്ടേഷൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫ്ലെക്ഷൻ പാടാണ്, എക്സ്റ്റൻഷൻ സമയത്ത് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് മീൻസ് ആയുർവേദം അല്ലാതെ നോക്കുകയാണെങ്കിൽ മെയിൻലി നമുക്ക് ഹീറ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. രണ്ടാമത് എന്താണ് ആയുർവേദത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് അഭ്യംഗം ചെയ്യാം. അഭ്യംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിട്ട് തടവല്. 2 സ്വേദനം ചെയ്യാം. സ്വേദനം ചെയ്യാൻ മീൻസ് വിയർപ്പിക്കല്. സ്റ്റീം കൊടുക്കുക. അത് തുണിമുക്കി പിഴിഞ്ഞ് കൊടുക്കുന്നതായിരുന്നാലും എയർ സ്റ്റീം ആയിരുന്നാലും എങ്ങനെയായിരുന്നാലും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു
സ്വേദനം ചെയ്യുന്നതിന്റെ മറ്റൊരു അവസ്ഥയിൽ ചെയ്യുന്നതാണ് കിഴി. പിണ്ടസ്വേദങ്ങൾ ചെയ്യാന്ന് പറയും. അപ്പൊ അതില് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് ഇതുവരെയും കണ്ടുവരുന്നത് പത്രപിണ്ടസ്വേദമാണ്. അതായത് ഇലക്കിഴിയാണ് ഏറ്റവും നന്നായിട്ട് ഇഫക്ട് ചെയ്ത് കണ്ടുവരുന്നത്. അപ്പം അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേയുള്ള നീര് നല്ല രീതിയിൽ കമ്മിയാവും. അപ്പോൾ നമുക്ക് എവിടെയാണോ റൂട്ട് കോസ് അത് എവിഡന്റ് ആയിട്ട് വരും. എവിഡന്റ് ആയിട്ട് വരുമ്പോൾ പിന്നെ കൊടുക്കുന്ന കിഴികളും മരുന്നുകളും എല്ലാം ഡയറക്റ്റ് എവിടെയാണോ റൂട്ട് അതിലേക്ക് എത്താൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതാണ് അതിന്റെ മെയിൻ സംഭവം വരുന്നത്. പിന്നെ നമുക്ക് അതിന് ശേഷം അത്രയും ദിവസം നമ്മൾ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കുന്നു എങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും ട്രീറ്റ്മെന്റ്സിന് ശേഷം അതിന്റെ മറുപടി സമയവും കൂടെ കഴിഞ്ഞതിന് ശേഷം പയ്യെ പയ്യെ മൂവ്മെന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓരോരോ മൂവ്മെന്റ്സ് ആയിട്ട് ചെറിയ ചെറിയ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യണം. അത് ഫസ്റ്റ് ഡേ ഒരു 5 മിനിറ്റ്സോ മറ്റോ പയ്യെ പയ്യെ ആ 5 മിനിറ്റ്സിലും പയ്യെ പയ്യെ ഓരോരോ മൂവ്മെന്റ്സ് കൊടുത്ത് നോക്കുക. നെക്സ്റ്റ് ഡേ അഗെയിൻ 5 മിനിറ്റ്സ്, തേർഡ് ഡേയും 5 മിനിറ്റ്സ്. അത് കഴിയുമ്പോൾ 10 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതൊരു 5 ഡേയ്സ് 10 മിനിറ്റ്സ് മാത്രം. അതിനുശേഷം 15 മിനിറ്റ്സ് എക്സസൈസ് കൊടുക്കുക. അത് ഒരാഴ്ച. പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോൾ 20 മിനിറ്റ്സ് ആക്കുക. അങ്ങനെ മിനിമം 20 മിനിറ്റ്സ് എങ്കിലും ദിവസം എക്സസൈസ് കൊടുക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു മാസത്തെ എക്സസൈസ് തന്നെ ആവും. അപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ മൂവ്മെന്റ്സും തിരിച്ച് വന്നിട്ടുണ്ടാവും. പിന്നെ തുടക്കത്തില് ഫസ്റ്റിൽ ഒരുപാട് വെയിറ്റ് നമ്മൾ എടുക്കാതിരിക്കാൻ നോക്കുക. അത് പയ്യെ 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 ഒന്ന് സ്ട്രോങ് ആയി പഴയ ഒരു സ്ട്രെങ്ത് നമുക്ക് തിരിച്ച് റീഗെയിൻ ആയി തുടങ്ങിയെന്ന് അറിഞ്ഞതിന് ശേഷം കുറച്ചായിട്ട് വെയിറ്റ് ഒക്കെ എടുത്ത് തുടങ്ങാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഓക്കെ ആണ് എന്ന് ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രം നോർമൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനും വെയിറ്റ് എടുക്കാനും ഒക്കെ പോകണം. അതുവരെ ഇതിന് പോവാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെയും എക്സസൈസ് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ കറക്റ്റ് എന്താണോ ഇതിന് വേണ്ടിയതെന്നുള്ളത് മനസ്സിലാക്കി തന്നെ ചെയ്യുക. നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തെ ആയുർവേദത്തിൽ നമുക്ക് ഈ പഥ്യം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ? ആഹാരങ്ങൾ എന്തൊക്കെ കഴിക്കണം അതിനെ കുറിച്ചിട്ടൊക്കെ? ഉണ്ട്. നമുക്ക് ഈ ഒരു ചികിത്സയിലെന്നല്ല ഏതൊരു ചികിത്സയിലും പഥ്യാപഥ്യങ്ങളുണ്ട്. പഥ്യം എന്ന് പറയുമ്പോൾ അത് ആഹാരമായിട്ടും വിഹാരമായിട്ടും അതായത് നമ്മൾ എടുക്കുന്ന ഫുഡും അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസും ഈ 2 കാര്യങ്ങളിലും പഥ്യങ്ങളും അപഥ്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതില് നമ്മൾ പഥ്യമായിട്ട് കണക്കാക്കുന്നത് ട്രീറ്റ്മെന്റിൽ നമ്മൾ ഇരിക്കുന്ന സമയമാണ് ഒന്ന്. അതുപോലെ തന്നെ മറുപഥ്യം എന്ന് പറയുന്ന ഒരു സമയവും ഉണ്ട്. പഥ്യമായിട്ടിരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആഹാരങ്ങൾ പൊതുവെ ഇതുപോലെ ഓർത്തോ റിലേറ്റഡ് കേസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും എരിവും പുളിയും കുറയ്ക്കണം. എരിവും പുളിയും കുറയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് തൈര്, നല്ല പുളി കൂടിയ തൈര് കഴിക്കുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. കാര്യം തൈര് എന്ന് പറയുന്നത് അഭിഷേകമായിട്ടാണ് ആയുർവേദത്തിൽ കണക്കാക്കുക. അപ്പോൾ നമുക്ക് ജോയിൻസിൽ ഇപ്പോൾ ഷോൾഡർ എന്നല്ല മുട്ടിനായിരുന്നാലും മറ്റെവിടെ ആയിരുന്നാലും പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുളി കൂടിയ തൈരൊക്കെ കഴിക്കുമ്പോൾ അത് കൂടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളത് പഥ്യത്തിൽ വരാൻ പാടില്ല, നമ്മളത് മാറ്റി നിർത്തണം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ തന്നെയും എരിയും പുളിയും അങ്ങനെയുള്ള സംഗതികൾ പൊതുവെ ഒന്ന് കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നുള്ളത് ഇപ്പം ഇതുപോലുള്ള ഓർത്തോ കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ എന്താണ് തണുപ്പുള്ള സാധനങ്ങൾ, തണുപ്പുള്ള സമയം ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എപ്പോഴും ചൂട് ആണ് ഈ ടൈമിൽ ഏറ്റവും നമുക്ക് നല്ലത് എന്ന് പറയുന്നത്, പഥ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തണുപ്പ് സ്ഥലത്താണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ തണുപ്പ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ഇരിക്കണം നമുക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. മാക്സിമം സ്വെറ്ററൊക്കെ യൂസ് ചെയ്ത് ഷൂസും സോക്സും ഒക്കെ ഇട്ട് അങ്ങനെ നമ്മളെ ബോഡിക്ക് വേണ്ട ടെമ്പറേച്ചർ ഉള്ളിൽ മെയിൻറ്റൈൻഡ് ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സിൽ ഒരു ലോസ് ഉണ്ടാവില്ല. സെയിം ടൈം നമ്മൾ ചെയ്യാതെ ചെയ്തിട്ട് നേരെ ചെന്ന് തണുപ്പിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ആ ചെയ്യുന്നതെല്ലാം വെറുതെ ആയിരിക്കും. അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ എടുക്കുന്ന ആഹാരം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുളിക്കുന്നത് ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന സമയത്ത് പരമാവധി ചൂടുവെള്ളത്തിൽ കുളിക്കണം. ചൂടുവെള്ളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിളയ്ക്കുന്ന വെള്ളം എന്നുള്ളതല്ല. ഒന്ന് തണുപ്പാച്ചിട്ട് കുളിക്കുക അത്രേ ഉള്ളൂ. കൂടുതലൊന്നും വേണമെന്നില്ല. തണുപ്പ് ചെല്ലുന്തോറും നമ്മൾ ചെയ്യുന്നത് ഇപ്പം നീര് ഉടങ്ങി വരുന്ന സമയമാണ്. തണുപ്പ് ചെല്ലുന്നതനുസരിച്ച് വീണ്ടും അത് ഉറയ്ക്കും. അതേസമയം ചൂടാ ചെല്ലുന്നെങ്കിൽ അത് കുറച്ചും കൂടെ ലൂസണാവും. അത് നമുക്ക് കൂടുതൽ നല്ലതാണ്. അങ്ങനെയുണ്ട്. പിന്നെ മറുപത്തി സമയം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 7 ഡേയ്സ് ട്രീറ്റ്മെന്റ് ചെയ്തു. കമ്മിങ് 7 ഡേയ്സ് നമ്മൾ ആ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്ന 7 ഡേയ്സിൽ നമ്മൾ എത്ര തന്നെ ശരീരത്തിന് കെയർ കൊടുത്തു, ഫുഡിന്റെയും മറ്റ് ആക്ടിവിറ്റീസിന്റെ ഒക്കെ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്തോ അത്രയും കെയർ കമ്മിങ് 7 ഡേയ്സിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദ റിയൽ റിസൾട്ട് എന്ന് പറയുന്നത് ആഫ്റ്റർ 15th ഡേ, അതായത് ഫസ്റ്റ് 7 ഡേയ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് മറുപത്തി സമയം വരുന്ന 7 ഡേയ്സും കഴിഞ്ഞിട്ടുള്ള 15th ഡേ തൊട്ട് നമുക്ക് റിയലി ആ ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം വ്യത്യാസം വന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സമയം അതായിരിക്കും. യൂഷ്വലി ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ 7 ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു,
എനിക്ക് കാര്യമായിട്ടൊരു വ്യത്യാസമൊന്നും കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ എനിക്കെന്തോ ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ട് എന്നാണ്. പക്ഷെ അതിന്റെ റിയൽ രീതികൾ എങ്ങനെയാണെന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലാണെങ്കിൽ പോലും പത്യാബദ്ധങ്ങൾ നോക്കി തന്നെ ചെയ്യണം. എന്ത് ചെയ്യാം, ചെയ്തുകൂടാന്ന് അറിഞ്ഞ് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അല്ലാതെ അന്നേരത്തേക്ക് മാത്രം നമുക്ക് റിലീഫ് കിട്ടിയിട്ട് കാര്യമില്ല. അതെ, അതെ. ഡോക്ടർ, ഫിസിയോതെറാപ്പി നമുക്ക് ഈ ഒരു അസുഖത്തിന് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? അതെപ്പളും നല്ലത് തന്നെയാണ്. ഉം. പക്ഷെ ഫോർ മീ പറയാണെങ്കില് നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് നീരും പുറമേ ഉള്ള ബുദ്ധിമുട്ടുകളും കുറഞ്ഞതിന് ശേഷം എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മള് ഡയറക്റ്റ് ഫിസിയോതെറാപ്പിയിലേക്ക് പോവാണെങ്കില് ഇറ്റ് വിൽ ടേക്ക് സം മോർ ടൈം. അതുപോലെ തന്നെ കുറച്ചധികം പെയിൻ നമ്മള് ടോളറേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് മെയിൻ ഇതില് വരുന്നൊരു സംഭവം. കാരണം ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ഏറ്റവും നമുക്ക് തിരിച്ച് നമ്മുടെ മൂവ്മെന്റ് കൊണ്ടുവരാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണത്. അവിടെ നമ്മള് ഈ വീൽ ആൻഡ് പുള്ളി പോലെ വീലില് കയറ് വലിക്കുന്ന മാതിരി. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊന്നും നമുക്കത് ഒട്ടും പറ്റുണ്ടാവില്ല. കാരണം കൈ പൊങ്ങത്തില്ല ഈ സിറ്റുവേഷനില്. അപ്പം അതുപോലുള്ളതുണ്ടാവും. അതിനെ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വിരല് ചുവരില് വെച്ചിട്ട് ഇങ്ങനെ ഫിംഗർ വാക്കിംഗ് ആണ് മെയിൻ ഉം. പറയുന്നത്. അത് ചെയ്ത് വരുന്നതനുസരിച്ച് പയ്യെ നമ്മള് പോലും അറിയാതെ കേറി വരാൻ തുടങ്ങും. പക്ഷെ അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുപോലും ചെയ്ത് വരാനായിട്ട് മേ ബി 3 to 7 ഡേയ്സ് അതുപോലും എടുത്തെന്ന് വരാം. പിന്നെ നമ്മള് ഒരു സഡൻ ഒരു ജെർക്ക് കൊണ്ട് ഇതങ്ങ് റെഡിയായി വരും എന്നുള്ളത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. പിന്നെ ഇതുപോലുള്ള ഓരോരോ മൂവ്മെന്റ്സ് കൊടുത്തിട്ട് പിന്നുണ്ട് പെൻഡുലം മൂവ്മെന്റ്. നമ്മള് കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് നിന്നിട്ട് ഈ പെൻഡുലം മൂവ്മെന്റ് കൊടുക്കുമ്പോൾ ഇതിലും ആ മൂവ്മെന്റ് ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു എന്താണ് ലിമിറ്റഡ് കുറച്ച് എക്സസൈസുകളുണ്ട് ഇതിനായിട്ട് വേണ്ടി ഫ്രോസൺ ഷോൾഡറിന് മാത്രമായിട്ട്. ആ എക്സസൈസുകള് ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ അവർ ചെയ്യിപ്പിക്കും. ഫിസിയോതെറാപ്പിയിൽ എക്സസൈസുകളായിട്ട് അവർ ചെയ്യിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളിൽ 1, 2, 3 എണ്ണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ 2, 3 കാര്യങ്ങൾ. ആ സംഭവം പോലെ നമുക്ക് ചെയ്തു വന്നാൽ നല്ലതാണ്. പക്ഷേ ഡയറക്റ്റ് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ മേ ബി ഒരു വീക്സോ മന്ത്സോ എടുത്തെന്ന് വരും ആ ഒരു റിസൾട്ട് ഒന്ന് കണ്ടു തുടങ്ങാൻ തന്നെ. വേണ്ടിയിട്ട്. പക്ഷെ അതേസമയം നമ്മൾ വേണ്ടിയ ട്രീറ്റ്മെന്റ്സ് എടുത്തതിന് ശേഷം ഫിസിയോതെറാപ്പിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒരു ഹാഫിന് ശേഷം ഫിസിയോതെറാപ്പിയും കൂടെ കൂടെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിൽ വരുന്ന മെയിൻ സംഭവം വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു അവസ്ഥ സ്ഥിരമാണോ? അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും വരാനുള്ള ചാൻസസ് അങ്ങനെ അതിനെ പറ്റിയിട്ട്? ചാൻസസ് ഉണ്ട്. ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം ആം, മാറില്ല എന്നും പറയുന്നില്ല. സാധ്യമാണ്. അസാധ്യമായിട്ടുള്ളൊരു സംഭവമല്ല ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. ആയുർവേദത്തില് അവബാഹുകം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഉം. പക്ഷേ അതിനനുസരിച്ചുള്ള ക്ഷമയും കൃത്യമായ ട്രീറ്റ്മെന്റും കൃത്യമായിട്ടുള്ള ആഹാരവും കൃത്യമായിട്ടുള്ള എക്സസൈസുകളും കൊടുത്താൽ മാത്രമേ നമുക്കതിനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആയുഷ്കാലം നമുക്ക് ആ അസുഖം അങ്ങനെ നിൽക്കും എന്നുള്ളതിന് ഇതിനർത്ഥമില്ല. ഒന്ന്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാണെങ്കിലും ഉം. അതിന് കൃത്യമായിട്ടുള്ള ഉം. ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് തന്നെ അതിനെടുക്കണം. എന്നാലേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകളിലേക്ക് കിട്ടുള്ളൂ. കഴുത്ത് വേദന ഉള്ളവർക്ക് ഈ ഫ്രോസൺ ഷോൾഡർ വരാനുള്ള ചാൻസസ് ഹൈ ആണോ? ഉറപ്പായിട്ടും. കഴുത്ത് വേദന സ്വാഭാവികമായിട്ടും വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെർവിക്കൽ ഏതെങ്കിലും ഡിസ്കിൽ പ്രശ്നം ഉണ്ടാവും. ഇപ്പം സെർവിക്കൽ സ്പോണ്ടിലോസിസും സ്പോണ്ടിലൈറ്റിസും ഒക്കെ ഉള്ള ആൾക്കാർ കോമൺ ആണ്. എന്നാൽ നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്കിന് ഇപ്പോൾ 1 to 7 ഇടയിൽ ഏത് ഡിസ്കിന് പ്രശ്നം ഉണ്ടെങ്കിലും ഇതെല്ലാം 2 വശത്തേക്കും സപ്ലൈ ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ കൂടെയുള്ള സബോർഡിനേഴ്സ് എല്ലാം. അപ്പം ഈ ഡിസ്കിന് കംപ്ലൈന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്കുള്ള നെർവ് സപ്ലൈയുടെ കണക്ഷൻ കംപ്രസ്ഡ് ആവും. അപ്പം ഇങ്ങടേക്ക് സപ്ലൈ കുറയുന്നതനുസരിച്ച് ഓൾറെഡി ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിന് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തൈറോയിഡിൻ്റെയോ ഡയബറ്റീസിൻ്റെയോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിൻ്റെയോ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെർവൈക്കൽ ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സെർവൈക്കൽ ഡിസ്കിൻ്റെ ഡിസീസസ് ഉള്ള ആൾക്കാർക്കും ഫ്രോസൺ ഷോൾഡർ കോമൺ ആണ്. അപ്പോൾ ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകരെ അറിയുകയുണ്ടായി. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. മാം, ഒരുപാട് നന്ദിയുണ്ട്. കുറേയധികം കാര്യങ്ങൾ പറയാനായിട്ട് പറ്റി. അപ്പം ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നമസ്കാരം. നമസ്കാരം.